Hi friends, welcome to Crisil. ചാമ്പ്യൻസ് ട്രോഫിയിൽ അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിൽ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 325 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിന് 317 റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത്. 8 റൺസിൻ്റെ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൂളിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും സെമി സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ആകട്ടെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ICCയുടെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുന്നില്ല. 2023 ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിലും അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരുന്നു. അന്നും സെമിഫൈനലിൽ കാണാതെയാണ് ഇംഗ്ലണ്ട് പുറത്തായത്. അതിനുശേഷം വെസ്റ്റ് ഇൻഡീസിലും USA-ലുമായിട്ട് നടന്ന 2024 T20 ലോകകപ്പിലും വലിയ പ്രകടനങ്ങളൊന്നും ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടില്ല. ഏതായാലും ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ആദ്യം ടോസ് ജയിച്ച അഫ്ഗാനിസ്ഥാൻ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമല്ല. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് മികച്ച ബൗളർമാരുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് അവരുടെ കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ് അവരെപ്പോഴും ടോസ് ജയിക്കുകയാണെങ്കിൽ നല്ല ബാറ്റിംഗ് വിക്കറ്റിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഡ്യൂവിൻ്റെ എഫക്റ്റ് രണ്ടാമത് ലഭിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും പലപ്പോഴും അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ്. കാരണം ഒരു നല്ല സ്കോർ പടുത്തുയർത്തി തിരിച്ച് എതിർ ടീമിനെ പ്രഷറിലാക്കുക എന്നുള്ള തന്ത്രമാണ് എപ്പോഴും അവർ പയറ്റുന്നത്. അതാണ് അവർക്ക് സാധ്യമാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം 2 നല്ല മീഡിയം പേസേഴ്സും 3 നല്ല സ്പിന്നർമാരും ഉള്ളതുകൊണ്ട് തന്നെ ഏത് നല്ല ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും തളയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് അഫ്ഗാനിസ്ഥാൻ്റേത്. നമ്മൾ പലപ്പോഴും ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിലൊക്കെ അഫ്ഗാനിസ്ഥാനെ പറ്റി നമ്മളൊന്ന് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, അഫ്ഗാനിസ്ഥാൻ ഇനി ഏതെങ്കിലും ഒരു ടീമിനെ തോൽപ്പിക്കുമ്പോൾ അവരെ അട്ടിമറിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാ ICCയുടെ മേജർ ടൂർണമെന്റുകളിലെല്ലാം തന്നെ പല വലിയ ടീമുകളെയും തോൽപ്പിക്കാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നും ഇനി ഒരു അട്ടിമറി എന്ന് പറഞ്ഞ് നമുക്ക് താഴ്ത്തി കെട്ടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും ടോസ് ജയിച്ച അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷേ അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ആ ഒരു സമയത്ത് ഇബ്രാഹിം സദ്രാന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഉഗ്രൻ ബാറ്റിംഗ് പ്രകടനമാണ് അഫ്ഗാനിസ്ഥാന് 325 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ സമ്മാനിച്ചത്. അഫ്ഗാനിസ്ഥാന്റെ ബാറ്റർമാരിൽ നമ്മൾ ഇബ്രാഹിം സദ്രാന്റെ പ്രകടനം ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രകടനമായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന ബാറ്റർമാർ പലരും ചെറിയ കോൺട്രിബ്യൂഷൻസ് 30-40 റൺസ് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തുവെങ്കിലും പക്ഷേ സദ്രാന്റെ ബാറ്റിംഗ് ആണ് അവരെ 325 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. സദ്രാൻ നേടിയത് 177 റൺസാണ്. അതായത് 146 ബോളുകളിലാണ് അദ്ദേഹം 177 റൺസ് നേടിയത്. 2023 ഏകദിന ലോകകപ്പിലും ഒരു സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ICCയുടെ ഈ 2 മേജർ ടൂർണമെന്റുകളിലും സെഞ്ചുറി നേടുന്ന അഫ്ഗാൻ താരമായിട്ട് സദ്രാൻ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ICCയുടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോറാണ് 177 എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ബെൻ ഡക്കറ്റ് ഒരു വലിയ സ്കോർ നേടിയിരുന്നു. 160+ ആയിട്ടുള്ളൊരു സ്കോറാണ് നേടിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതാണ് ഏറ്റവും ഉയർന്ന സ്കോർ എന്നുള്ളത്. എന്നാൽ ഇന്ന് സദ്രാൻ അത് മറികടന്നിരിക്കുകയാണ്. സദ്രാന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം, അദ്ദേഹത്തിന്റെ നല്ല ഒരു ടോണിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തതെന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നല്ല സിംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയും പിന്നീട് നല്ല ഒരു സിറ്റുവേഷനിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ആക്രമിച്ച് കളിക്കാനായിട്ട് തുടങ്ങിയതെന്നുള്ളതാണ്. ഇടയിൽ നല്ല കോൺട്രിബ്യൂഷൻസ് പല ബാറ്റർമാരുടെ ഭാഗത്തു നിന്ന് മുഹമ്മദ് നബി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ബാറ്റ് കൊണ്ട്, അതുപോലെ തന്നെ അവരുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള അസ്മത്തുള്ള ഒമർ സായി ഒരു 31 ബോളിൽ 41 റൺസ് നേടി. അദ്ദേഹം ഇടയിൽ വന്നിട്ട് ഒരു 3 സിക്സറുകൾ നേടി. അതെല്ലാം ഈ കളിയുടെ ഭാഗധേയം നിർണ്ണയിക്കൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇനീഷ്യലി അദ്ദേഹത്തിന് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു. അദ്ദേഹം 3 വിക്കറ്റുകളും കരസ്ഥമാക്കി. പക്ഷേ എല്ലാ ബൗളർമാരും 60-70 റൺസും ഒക്കെ വിട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരു പിച്ചിൽ, അതായത് ഗദ്ദാഫി സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. 325 റൺസ് എന്നൊക്കെ പറയുന്നത് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൽ 350 മുകളിലുള്ള ഒരു സ്കോർ ഇംഗ്ലണ്ട് നേടുകയും ഓസ്ട്രേലിയ അത് ചേസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ 325 എന്ന് പറയുന്ന ഒരു സ്കോർ ഇംഗ്ലണ്ടിന് ഈസി ആയിട്ട് മറികടക്കാമായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ മികച്ച ബൗളിംഗ് നിരയാണ് എന്നുള്ളതാണ്. ഏതായാലും അവരുടെ ഫാസ്റ്റ് ബോളർമാരുടെ ഒരു പ്രകടനത്തിലേക്ക് വരുമ്പോൾ അസ്മത്തുള്ള
അസ്മത്തുള്ള ഒമർ സായിയുടെ പ്രകടനം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 5 വിക്കറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 41 റൺസും 5 വിക്കറ്റുമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മത്സരത്തിലെ പ്രകടനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസൽ ഹക്ക് ഫറൂഖി എന്ന് പറയുന്ന ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ എല്ലാ മത്സരത്തിലും ഒരു നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം റഷീദ് ഖാൻ എന്ന് പറയുന്ന ലോകോത്തര സ്പിന്നർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഒപ്പം തന്നെ നൂർ അഹമ്മദ് എന്ന് പറയുന്ന ചൈനമൻ സ്പിന്നർ, അദ്ദേഹവും ഒരു മികച്ച ബൗളറാണെന്ന് നമുക്കറിയാം. മുഹമ്മദ് നബിയുടെ ഓസ്പിൻ കൂടെ ചേരുമ്പോൾ പൂർണ്ണമാവുന്നു എന്നുള്ളതാണ്. ഗുൽബുദ്ദീൻ നൈബ് എന്ന് പറയുന്ന ഒരു മീഡിയം പേസ് ബൗളർ കൂടെ അവരുടെ നിരയിലുണ്ട്. അത്യാവശ്യമാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ വളരെ വിലപ്പെട്ട വിക്കറ്റ് നേടാനായിട്ട് ഗുൽബുദ്ദീൻ നൈബിന് സാധിച്ചിരിക്കുകയാണ്. ലിയാം ലിവിങ്സ്റ്റന്റെ ഒരു വിക്കറ്റ് ആ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് അദ്ദേഹം നേടിയത്. ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ വലിയ പ്രകടനങ്ങളൊന്നും പല താരങ്ങളുടെ ഭാഗത്തു നിന്നും വന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലാവരും തന്നെ ഔട്ട് ഓഫ് ഫോമാണ്. നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു താരമാണ് ജോ റൂട്ട്. അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 120 റൺസാണ് ജോ റൂട്ട് നേടിയത്. 2019 ഒരു ഏകദിന സെഞ്ചുറി നേടിയതിന് ശേഷം അദ്ദേഹം പിന്നീട് ഇപ്പോഴാണ് ഒരു ഏകദിന സെഞ്ചുറി നേടുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഏകദിനത്തിൽ ഒരു സെഞ്ചുറി നേടാനായിട്ട് സാധിക്കുന്നത്. 17ാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം തൻ്റെ പേരിൽ കുറിച്ചിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ. ജോ റൂട്ട് അല്ലാതെ മറ്റുള്ള ബാറ്റർമാർക്ക് ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. പല താരങ്ങളും ബെൻ ഡക്കറ്റും ജാമി ഓവർട്ടണും ജോസ് ബട്ട്ലറും അടക്കമുള്ള താരങ്ങൾ പലരും 30 റൺസും 35 റൺസും ഒക്കെ നേടുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അവസാന ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് ഒരു 5 ഓവറിലാണ് കളിയുടെ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നത്. ആ സമയത്ത് അസ്മത്തുള്ള ഒമർ സായിയുടെയും ഫസൽ ഹക്ക് ഫറൂഖിയുടെയും ബോളിംഗ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു. കാരണം വളരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. വളരെ സ്ലോവറുകളും അതുപോലെ തന്നെ നല്ല ബൗൺസറുകളൊക്കെ എറിയുന്നത് കണ്ടു. അസ്മത്തുള്ള ഒമർ സായിയുടെ ഈ 5 വിക്കറ്റ് പ്രകടനം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ അദ്ദേഹം ബോളിങ്ങിന് വരികയും വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാന സ്റ്റേജിലേക്ക് വന്നപ്പോഴും നല്ല മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു. നല്ല രീതിയിൽ ഈ സ്ലോ ഓൺ മിക്സ് ചെയ്തെറിയാനായിട്ട് ഇതുപോലെയുള്ള നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുന്ന സമയത്ത് അതുപോലെ നല്ല രീതിയിൽ ഒരു സ്ലോ ഓൺ മിക്സ് ചെയ്തായിട്ട് എറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഫസൽ ഹക്ക് ഫറൂഖിയുടെയും അതുപോലെ തന്നെ അസ്മത്തുള്ള ഒമർ സായിയുടെയും ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ്. ഇനി അവർക്ക് ഈ ഒരു ലീഗ് സ്റ്റേജിൽ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഓസ്ട്രേലിയയുമായിട്ടാണ്. ആ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും. അഥവാ അവർ തോൽക്കുകയും ഓസ്ട്രേലിയ ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫൈ ചെയ്യും. മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അവർക്ക് മുഖം മിനുക്കാനുള്ള ഒരു മത്സരം മാത്രമാണ് സൗത്ത് ആഫ്രിക്കയുമായിട്ട്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം 3 പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ്. അവർക്ക് അടുത്ത മത്സരം ജയിക്കുകയാണെങ്കിൽ അവരും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. തോൽക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും അവരുടെ ഒരു സെമി ഫൈനൽ പ്രവേശനം എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു പൂളിൽ മറ്റേ പൂളിൽ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു പൂൾ എന്ന് പറയുന്നത് ഇന്ത്യയും ന്യൂസിലൻഡും ആദ്യം തന്നെ സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. നാളെ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടുകയാണ്. യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ഒരു മത്സരമാണത്. പക്ഷേ മറ്റേ പൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ കളി നടന്ന ഒരു പൂൾ എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവസാന നിമിഷത്തിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുകയാണ്. ആരാണ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു വീണ്ടും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലെയുള്ള ഒരുപാട് നല്ല പ്രകടനങ്ങൾ കഴിഞ്ഞ ഒരു 3-4 ICC ടൂർണമെൻറ്റുകളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവരൊരു നല്ല പ്രകടനം ഇനിയും കാഴ്ചവെക്കട്ടെ. കാരണം 2024 ലോകകപ്പിൻ്റെ സെമി ഫൈനൽ വരെ എത്തിയ ടീമാണ്. അന്ന് സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് അവർ പരാജയപ്പെട്ടത്. ഈ ഒരു ടൂർണമെൻറ്റിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.